എമൗണ്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് മൈക്കൊക്കെ താത്തി വെച്ച് ഭയങ്കര രഹസ്യമായിട്ടാണ്. ഞങ്ങൾ അങ്ങനെ പുതപ്പിന്റെ ഇടർന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആൾ ലൈക്സിന്റെ കാര്യം, അങ്ങനെ കാഷ്വൽ ഫ്രണ്ട്സ് അല്ലേ ഞങ്ങള്. അപ്പൊ ആ സമയത്ത് പറയുന്ന കൂട്ടത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മത്സരാർത്ഥികളെല്ലാം ഓരോരുത്തരായിട്ട് ബിഗ് ബോസിനകത്തേക്ക് തിരിച്ചു കയറി. കാരണം ഗ്രാൻഡ് ഫിനാലെ ആണല്ലോ. അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നതിന് മുന്നേ എയർപോർട്ടിൽ വെച്ച് നമ്മുടെ RJ ബിൻസി, ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയി പോയിട്ടുള്ള RJ ബിൻസി അനുമോളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വേറൊന്നുമല്ല, അനുമോളുടെ PR-ന്റെ കഥയാണ് RJ ബിൻസിയും പറഞ്ഞത്. അതായത് ഇവിടെ ബിൻസി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോള് ഈ പറയുന്ന ബിൻസിയോടും ഒക്കെ ഈ PR-ന്റെ കഥ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബിൻസിയോട്, അതുപോലെ ശൈത്യയോട്, ജിസേലിനോട്, അങ്ങനെയൊക്കെ, അതുപോലെ ബിന്നിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിന്നിയാണല്ലോ ഈ PR കഥ പുറത്താക്കിയത്. അപ്പോ RJ ബിൻസി പറയുന്നത് PR കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അനുമോള് തന്നെയാണ് ഇവരുടെ അടുത്ത് പറഞ്ഞതെന്നാ പറയുന്നത്. എന്തായാലും ബിൻസി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. അനുമോളെ പറ്റി എനിക്ക് കുറെ പേര് എന്റെ അടുത്ത് എന്റെ യൂട്യൂബിന് താഴെ വന്ന് കമന്റ് ഇടുന്നു, ഇൻസ്റ്റയുടെ താഴെ കമന്റ് ഇടുന്നു, അനുമോളോട് അസൂയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ആരോടും അസൂയില്ല. പിന്നെ അനുമോള് പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഹൗസിന്റെ ഉള്ളിൽ നിന്ന് എവിക്റ്റ് ആയി പോയ ആളാണ് ഞാൻ എവിക്റ്റ് ആയി പോയ സമയത്ത് അനുമോള് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് എനിക്ക് ആളോട് വേറെ ഒരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൗസിന്റെ ഉള്ളിൽ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ശൈത്യ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എമൗണ്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് മൈക്കൊക്കെ താത്തി വെച്ച് ഭയങ്കര രഹസ്യമായിട്ടാണ്. ഞങ്ങൾ അങ്ങനെ പുതപ്പിന്റെ ഇടർന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആൾ ലൈക്സിന്റെ കാര്യം, അങ്ങനെ കാഷ്വൽ ഫ്രണ്ട്സ് അല്ലേ ഞങ്ങള്. അപ്പൊ ആ സമയത്ത് പറയുന്ന കൂട്ടത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പ്രതികരിക്കാനില്ല. കാരണം അപ്പാനും ഞാനും വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. ഇപ്പൊ അനീഷും കാണിക്കുന്നതിന്റെ, അല്ലെങ്കിൽ അവരിപ്പൊ അനീഷിനെ ചുമ്മാ ഇങ്ങനെ എന്താ പറയുക, ആണല്ലോ തുടങ്ങുന്നത്. ഇപ്പൊ ഇവരുടെ ലവ് കോംബോ എന്നൊക്കെ പറഞ്ഞില്ല, കളിയാക്കാനായിട്ടും ഈ ചായ എന്നൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ കാണിച്ചില്ല. അതിന്റെ അതുപോലെ ഒരു സ്ഥാനം പോലും, ഒരു ശതമാനം പോലും അപ്പാനും ഞാനും തമ്മിൽ അങ്ങനെ ഒന്നും പോലും ഉണ്ടായിട്ടില്ല. സോ അങ്ങനെ പറയുന്നതിനോട് എനിക്കൊന്നും പ്രതികരിക്കാനില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയാം. ഇനിയിപ്പോ ആരെ ബോധിപ്പിക്കാനാ? കേട്ടല്ലോ, RJ ബിൻസി പറഞ്ഞത് എല്ലാരും കേട്ടല്ലോ. അനുമോള് തന്നെ ഇവരുടെയൊക്കെ അടുത്ത് പറഞ്ഞതാ, ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് PR കൊടുത്തിട്ടുണ്ടെന്ന് മൈക്ക് താത്തി വെച്ചിട്ട് ഇവര് പറഞ്ഞിട്ടുണ്ട്. അതായത് അനുമോൾ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതില് കുറച്ചെങ്കിലും സത്യം ഉണ്ടാകുമല്ലോ, അല്ലാതെ വെറുതെ ഇവരിങ്ങനെ പറയില്ലല്ലോ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങള് അനുമോളെ ഇഷ്ടപ്പെട്ടിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ആ കൂടെ PR-ന്റെയും വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്ര അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവിടെ എല്ലാവരും ഒരേ രീതിയിൽ ഗെയിം കളിച്ച് വിന്നർ ആവാനാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ പുറത്തുനിന്ന് ഈ ഇത്രയും ലക്ഷം രൂപയൊക്കെ എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ബിഗ് ബോസിനകത്തേക്ക് അനുമോള് വന്നതെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളൊക്കെ അനുമോളെ ഒരു സാധാരണ ഒരു പെൺകുട്ടിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അനുമോള് ഇങ്ങനെ ഈ ഒരു ഷോയിലേക്ക് വരുന്നതിന് മുന്നേ ഇത്ര ലക്ഷം രൂപ, ഒരുപക്ഷെ കപ്പ് കിട്ടിക്കഴിയുമ്പോൾ ഇത്രയും ലക്ഷം രൂപ കൊടുക്കാന്നായിരിക്കാം പറഞ്ഞിരിക്കുന്നത്, എഗ്രിമെന്റ് ആയിരിക്കണം. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. അനുമോള് പറഞ്ഞിട്ടുണ്ട് അനുമോൾക്ക് PR ഉണ്ട്, പക്ഷെ ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ അനുമോളുടെ കൂട്ടുകാരികൾ ഇപ്പൊ ബിഗ് ബോസിനകത്തുണ്ടായിരുന്നവര് തന്നെ, RJ ബിൻസി, ശൈത്യ, ജിസേല്, ഇവരുടെ അടുത്തൊക്കെ അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെ നമ്മൾ വിശ്വസിക്കും? അപ്പൊ ഇത്രയും നാള് നമ്മൾ ഇവരുടെ ഈ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ട് വോട്ട് ചെയ്തതെല്ലാം വെറുതെ ആയോ? എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരണം. അനുമോള് ഈ PR കൊണ്ടാണോ ഇവിടെ വരെ എത്തിയത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഈ ഒരു അവസാന ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നതെങ്കിൽ എന്റെ വോട്ട് ഞാൻ തീർച്ചയായിട്ടും അനീഷിന് മാത്രമായിരിക്കും ചെയ്യുന്നത്. കാരണം അനീഷിനോ അനുമോൾക്ക് കപ്പ് കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. അതോടൊപ്പം തന്നെ അനുമോളുടെ ചില പ്രവർത്തികൾ തന്നെയാണ് അനീഷിന് ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന്, അതായത് അനുമോൾക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അനീഷിന്റെ അടുത്ത് ഉള്ള ഒരു പെരുമാറ്റവും പ്രവൃത്തിയൊക്കെയാണ് ഇപ്പൊ അനീഷ് ഇങ്ങനെ ഒരു വിവാഹ ബന്ധത്തെ കുറിച്ച് അനുമോളുടെ അടുത്ത് പറയുന്നത്. അതിൽ 100-ൽ 80% അല്ലെ ഒരു 50% അനുമോളുടെ ഭാഗത്തുനിന്ന് വന്ന ചില തെറ്റുകളുണ്ട്. എന്നിട്ട് ഇപ്പൊ മൊത്തവും കുറ്റവും അനീഷിന്റെ പുറത്ത് ചാരി അനുമോൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഇനി എനിക്ക് പറയാനുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. കാരണം അർഹതയുള്ളവർ വിജയിക്കട്ടെ.
അനുമോൾക്ക് ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് അനുമോള് PR ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ ഒരു രീതിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അനുമോളുടെ വീട്ടുകാർ അനുമോളൊക്കെ പറയുന്നുണ്ട്, ഞാൻ പൈസ ആഗ്രഹിച്ചിട്ടാണ് ബിഗ് ബോസിൽ വന്നത്, എനിക്ക് ഫെയിം അല്ല വേണ്ടത്, എനിക്ക് പൈസയാണ് വേണ്ടത്, കാരണം പൈസയ്ക്ക് അത്രയേറെ ആവശ്യമുണ്ടെന്നൊക്കെ അനുമോള് പറഞ്ഞിരുന്നു. അങ്ങനെ പൈസയ്ക്കുള്ള ഒരാള് ഇത്രയും ലക്ഷം രൂപയ്ക്ക് PR പുറത്ത് കൊടുത്തിട്ടാ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കും? അനുമോളും അനുമോളുടെ കുടുംബവും പറയുന്നു അങ്ങനെ കൊടുത്തിട്ടില്ല, PR കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ അനുമോള് തന്നെ ഇത് ബിഗ് ബോസിനകത്തുള്ള ചില കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൈക്ക് താത്തിയും മൈക്ക് മാറ്റിപ്പിടിച്ചും പുതപ്പിനടിയിലൊക്കെ വെച്ച് മറ്റുള്ള ചില കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറഞ്ഞു എന്നാണ് അവര് പറയുന്നത്. ഇതിലിപ്പോ നമ്മൾ ആരെ വിശ്വസിക്കുവടേ? എന്താകും എങ്ങനെയാകും എന്നൊക്കെ ഉള്ളത് ഈ വരുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും എല്ലാവരും വോട്ട് ചെയ്യുന്നവരൊക്കെ അർഹതപ്പെട്ടവർക്ക് മാത്രം വോട്ട് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി എല്ലാവരും അനീഷിന് വോട്ട് ചെയ്യുക, അനീഷ് ജയിക്കട്ടെ.